ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന പെന്ന് ബ്ലാക്ക് ആയിരിക്കണം. അതേപോലെ ഏതെങ്കിലും ഡാർക്കായിട്ടുള്ള സ്കെച്ച് പെൻസോ അല്ലെങ്കിൽ മാർക്കേഴ്സോ ഉപയോഗിച്ചായിരിക്കണം നിങ്ങളുടെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ കീബോർഡിൽ Ctrl+J അമർത്തിക്കൊണ്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്രോപ്പ് ടൂൾ എടുക്കുന്നു. ഏത് സിഗ്നേച്ചറാണോ നല്ല രീതിയിൽ വന്നിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് ക്രോപ്പ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മുകളിൽ സെലക്ട് മെനുവിൽ പോകുന്നു. ഇവിടെ കളർ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഷാഡോസ് സെലക്ട് ചെയ്യുക. അതുപോലെ താഴെ രണ്ട് ഓപ്ഷൻസ് കാണാവുന്നതാണ്. സെലക്ഷൻ, അതിൻ്റെ തൊട്ടടുത്ത് ഇമേജ്. ഇതിൽ സെലക്ഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ വേറെ കുറച്ച് ഓപ്ഷൻസും കൂടിയുണ്ട്. ഇവിടെ ഗ്രേ സ്കെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം വലതുഭാഗത്ത് താഴെ വരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സോളിഡ് കളേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലാക്ക് സെലക്ട് ചെയ്യുക. പ്യുവർ ബ്ലാക്ക് ആയിരിക്കണം. അതിനുവേണ്ടി ഇവിടെ RGB എല്ലാം 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമുക്കിവിടെ പ്യുവർ ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴ്ഭാഗത്തായിട്ട് കാണുന്ന രണ്ട് ലെയേഴ്സും ഓഫ് ചെയ്യുക, അതായത് ഹിഡൻ ചെയ്യുക. ഇനി നമ്മൾക്ക് ഈ ഇമേജിനെ ഫയലിൽ പോയി സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുത്ത് ഏതെങ്കിലും ഒരു ഫയൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് PNG ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ലാർജ് ഫയൽ. ഇപ്പോഴും നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആ സിഗ്നേച്ചർ നമ്മൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് ഈ ഡോക്യുമെൻറ്റിലോട്ട് കൊണ്ടുവരാം. അതിനുവേണ്ടി അതിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ മൂവ് ടൂൾ സെലക്ട് ചെയ്ത് മൂവ് ടൂൾ ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഇമേജിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾക്കിത് Ctrl+T അടിച്ച് ആവശ്യമായ അളവിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ ഈസിയാണ്. ഇനി വേറൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ സിഗ്നേച്ചറിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ വലതുഭാഗത്ത് താഴെ വരിക. ഇവിടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സോളിഡ് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്യുക. പ്യുവർ വൈറ്റ് കിട്ടണമെങ്കിൽ 255 വാല്യൂ ഇവിടെ RGB 3 എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം കീബോർഡിൽ ആൾട്ട് അമർത്തി പിടിച്ച് ഇപ്പോൾ ഏറ്റവും മുകളിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന ലെയറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മളുടെ സിഗ്നേച്ചർ വൈറ്റിലോട്ടായിട്ടുണ്ട്, പ്യുവർ വൈറ്റിലേക്ക്.
ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ആവശ്യമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഏത് കളർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നത് ആണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾക്ക് ഈ സിഗ്നേച്ചറിനെ മറ്റുള്ള സോഫ്റ്റ്വെയർസ്, അതായത് MS ഓഫീസ് പോലുള്ള സോഫ്റ്റ്വെയർസിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ MS ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റൽ സിഗ്നേച്ചർ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് MS ഓഫീസിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോഴിവിടെ സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ അളവിലോട്ട് ചേഞ്ച് ചെയ്തും പൊസിഷൻ ചേഞ്ച് ചെയ്തും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു രീതിയിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി മുകളിൽ ഇൻസേർട്ടിൽ പോവുക, ഇൻസേർട്ട് പിക്ചർ കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ സേവ് ആയിരിക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കുക. ഇപ്പോഴിവിടെ ആ ഫയൽ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നത് ആണ്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ വീഡിയോസ് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ എനേബിൾ കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളെല്ലാവരും പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ.